അധ്യായം 5 സംസ്കാരവും ദേശീയതയും. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനായി ബ്രിട്ടീഷുകാർ രൂപം നൽകിയ പ്രധാന സ്ഥാപനങ്ങൾ: ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, സ്ഥാപകൻ വില്യം ജോൺസ്; കൽക്കട്ട മദ്രസ, സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ്; ബനാറസ് സംസ്കൃത കോളേജ്, സ്ഥാപകൻ ജോനാഥൻ ഡങ്കൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ സയൻറ്റിഫിക് സൊസൈറ്റികൾ. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ടയിലാണ് 1825. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ട. പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ട 1838. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ടയിലാണ് 1838. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ് 1876. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപകൻ മഹേന്ദ്രലാൽ, ബംഗാളിൽ 1876. ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടത് ബനാറസ് 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് അലിഗഡിൽ 1864. ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ബീഹാറിലാണ് 1868. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനിക വൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനിക വൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ രാജാറാം മോഹൻ റോയ്. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ വർഷം 1856. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ വർഷം 1856. ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രശസ്ത കൃതികളാണ് ബാർണ പോറിഖോയി, ബാല്യവിവാഹ്. പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടന ശാരദാ സദൻ, ബോംബെ. ശാരദാ സദൻ ബോംബെയിലാണ് സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ശാരദാ സദൻ്റെ ലക്ഷ്യം വിധവകൾക്കു വിദ്യാഭ്യാസം നൽകുക. ശാരദാ സദൻ്റെ ലക്ഷ്യം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക. ആര്യ മഹിളാ സമാജത്തിൻ്റെ സ്ഥാപക പണ്ഡിത രമാബായി 1882. ആര്യ മഹിളാ സമാജത്തിൻ്റെ സ്ഥാപക പണ്ഡിത രമാബായി 1882. പണ്ഡിത രമാബായിയുടെ പ്രശസ്തമായ രചനയാണ് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ പണ്ഡിത രമാബായിയുടെ പ്രശസ്തമായ രചനയാണ്. പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും
ഏതെല്ലാമാണെന്ന് നോക്കാം. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപകൻ വീരേശലിംഗം. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫൂലെ. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെ. സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൽ അക്ബർ. പ്രാദേശിക ഭാഷ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വർഷം 1878. 1878. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ വർത്തമാന പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാൾ. സുലഭ് സമാചാർ പ്രസിദ്ധീകരിച്ചിരുന്നത് ബംഗാളിൽ നിന്നാണ്. ഇനി ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും ആരൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദു, സ്വദേശി മിത്രം പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രങ്ങളാണ് ഹിന്ദു, സ്വദേശി മിത്രം. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരുടെ പത്രമാണ് അമൃത ബസാർ പത്രിക. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലകിൻ്റെ പത്രമാണ്. ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ് കേസരി, മറാത്ത. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയുടെ പത്രമാണ് ബംഗാളി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ഷോം പ്രകാശ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിൻ്റെ പത്രമാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ മിസസ് ആനി ബസന്റ്. ആനി ബസന്റിൻ്റെ പത്രമാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ. യങ് ഇന്ത്യ, ഹരിജൻ എന്നിവ മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. മഹാത്മാഗാന്ധിയുടെ പത്രങ്ങൾ യങ് ഇന്ത്യ, ഹരിജൻ. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ് അൽ ഹിലാൽ. വന്ദേ മാതരം ലാല ലജ്പത് റായ്. വന്ദേ മാതരം ആരുടെ പത്രമാണ്? ലാല ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രം നേഷൻ. ഈ 12 പത്രങ്ങളും വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. പത്രങ്ങളും നേതാക്കളും കൃത്യമായി പഠിച്ചിരിക്കണം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്.
ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1884 പൂനെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1884 പൂനെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ, മഹാരാഷ്ട്രയിലാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് കേശബ് ചന്ദ്ര സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം 1916. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം 1916. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രബീന്ദ്രനാഥ ടാഗോർ, ബംഗാളിലാണ്. വിശ്വഭാരതി സർവകലാശാല രബീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചതാണ് ബംഗാളിൽ. അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ സ്ഥാപക നേതാക്കൾ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സാക്കിർ ഹുസൈൻ, MA അൻസാരി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച വിദ്യാഭ്യാസ പദ്ധതി വാർധ വിദ്യാഭ്യാസ പദ്ധതി. വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരുടേതാണ്? മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. 1937. വാർധ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം. വാർധ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്നഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയി താലിം, നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നു. 1937 INCയുടെ വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റി ഡോക്ടർ സാക്കിർ ഹുസൈൻ കമ്മിറ്റി. 1937 INCയുടെ വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റി ഡോക്ടർ സാക്കിർ ഹുസൈൻ കമ്മിറ്റി. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ആനന്ദമഠം. ആനന്ദമഠം നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്നത്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകം നീൽ ദർപ്പൺ. നീൽ ദർപ്പൻ്റെ രചയിതാവ് ദിനബന്ധുമിത്ര. നീൽ ദർപ്പൺ ആരുടേതാണ്? ദിനബന്ധുമിത്ര. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. സാദെ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉർദു കവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാദെ ജഹാം സെ അച്ഛ
ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നോക്കാം. ഗോര, ഗീതാഞ്ജലി എന്നിവ ആരുടെ കൃതികളാണ്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളാണ് ഗോര, ഗീതാഞ്ജലി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ പ്രേംചന്ദിൻ്റെ കൃതികളാണ്. പ്രേംചന്ദ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ്. തൃശ്ശൂർ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. വരിക വരിക സഹചരെ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അംഷി നാരായണ പിള്ള. വരിക വരിക സഹചരെ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അംഷി നാരായണ പിള്ള. സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. 1938 ഹരിപ്പുഴയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഗ്രാമീണ ചണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ. ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ചണ്ടക്കാരൻ, സതി എന്നിവ വരച്ചത് നന്ദലാൽ ബോസ്. കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ഗ്രാമീണ ചണ്ടക്കാരൻ. കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ഗ്രാമീണ ചണ്ടക്കാരൻ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത ആരുടെ ചിത്രമാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ഗ്രാമീണ ചണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റെയും ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിൻ്റെയുമാണ്. ഭാരതമാത ചിത്രം വരച്ച കാലഘട്ടം സ്വദേശി സമരകാലം. ഭാരതമാത ചിത്രം വരച്ച കാലഘട്ടം സ്വദേശി സമരകാലം. സ്വദേശി പ്രസ്ഥാനം 1905 സ്വദേശി പ്രസ്ഥാനം 1905 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൽക്കത്ത. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൽക്കത്ത. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് കാലയളവിലാണ്? സ്വദേശി സമരകാലം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനുമടങ്ങിയിരുന്നതായിരുന്നു ആ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ ദേശീയ പതാക ചർക്കയോട് കൂടിയ ദേശീയ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ ദേശീയ പതാക ചർക്കയോട് കൂടിയ ദേശീയ പതാക. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരെയായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകം ചർക്ക. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാക സ്വീകരിച്ച വർഷം 1947. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാക സ്വീകരിച്ച വർഷം
1947. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബികാച്ചി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബികാച്ചി കാമ. മാഡം ബികാച്ചി കാമ ത്രിവർണ്ണ പതാക ഉയർത്തിയ വർഷം 1907. മാഡം ബികാച്ചി കാമ ത്രിവർണ്ണ പതാക ഉയർത്തിയ വർഷം 1907. ഉയർത്തിയ സ്ഥലം സ്റ്റട്ട്ഗർഡ്, ജർമ്മനി. സ്റ്റട്ട്ഗർഡ്, ജർമ്മനി. പതാക ഉയർത്തിയ സമ്മേളനം രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനം. രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനം. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് സംസ്കാരവും ദേശീയതയും എന്ന പാഠഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.